വിനീത, എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ. നിന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാ? അതൊക്കെ സസ്പെൻസ്, സർപ്രൈസ്. ഈ ക്രിസ്മസ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മൾ ഈ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അത് ശരിയാണല്ലോ. പക്ഷെ ഇപ്പൊ എന്ത് ഗിഫ്റ്റാ കൊടുക്കാ? എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മളൊക്കെ ഈ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉണ്ണീശോ വൈക്കോലില്ല കിടന്നേ. നമുക്കപ്പോ ഉണ്ണീശോയ്ക്ക് ഒരു പൂ കൊണ്ടുള്ള ഒരു ബെഡ് ഉണ്ടാക്കി കൊടുത്താലോ? അത് നല്ല ഐഡിയ. ഓരോ ദിവസം ഓരോ പൂ പറിച്ച് വെക്കാല്ലേ. അപ്പൊ എടേ, എന്ത് മണ്ടത്തരം അടി പറയണേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് 25 ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാം വാടിപ്പോകൂലേ? അത് ശരിയാണല്ലോ. പിന്നെന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പേപ്പർ വെച്ച് പൂവുണ്ടാക്കി ബെഡ് ഉണ്ടാക്കിയാലോ? വെറുതെ പേപ്പർ പൂ ഉണ്ടാക്കി ഒരു ബെഡ് ഉണ്ടാക്കൽ ഒരു രസമില്ല. മനോജച്ചൻ നമുക്ക് ഓരോരോ ചെറിയ പുണ്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പുണ്യങ്ങൾ ഇതിൻ്റെ ഇതളിൽ എഴുതി വെച്ചിട്ട് ഒട്ടിച്ചാൽ പോലെ. അത് നല്ല രസമായിരിക്കും. പുണ്യം കൊണ്ട് ഒരു പൂമെത്ത. എല്ലാ കൂട്ടുകാർക്കും പുൽക്കൂട്ടിലേക്ക് ഒരു തീർത്ഥാടനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഹായ്, ഞാൻ ജോഷ സിജുലത്തോറമ്പി. ഹായ്, ഞാൻ മരിയ മെൽവിൻ മാനാടൻ. നമ്മൾ ക്രിസ്മസിന് ഒരുക്കമായി ഉണ്ണീശോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്താണ് ഗിഫ്റ്റ് എന്നറിയോ? അതാണ് പുണ്യം കൊണ്ട് ഒരു പൂമെത്ത. അതെ, നമ്മുടെ ഉണ്ണീശോയ്ക്ക് ഒരു മെത്ത, ഒരു ബെഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ബെഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കണം. ആ മെത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കാർഡ്ബോർഡ്, ഗ്ലൂ വേണം, സിസേഴ്സ്, പിന്നെ കളർ പേപ്പേഴ്സ്. ഞാനിവിടെ കാർഡ്ബോർഡ് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 20 സെൻറ്റിമീറ്റർ × 20 സെൻറ്റിമീറ്റർ അളവിലാണ്. ഇത് വെച്ചാണ് നമ്മളിപ്പോൾ ബെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ബെഡ് ഉണ്ടാക്കാൻ ആദ്യം ഞാനിവിടെ കാർഡ്ബോർഡ് ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചെറുതാ, നടുക്കൊരു ബെഡിനൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ 4 സൈഡിലും നന്നായിട്ട് എഡ്ജസിലൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ അടിയിൽ വെക്കാൻ പോകുന്ന പീസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ ആഡ് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ ഈ പീസും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ പ്ലെയിൻ ആയിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു ബേസ് കളറായിട്ടാണ്. നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള കളറാണെങ്കിലും ഉപയോഗിക്കാം. ഈ എക്സസൈസുള്ള സൈഡിലും ബാക്കിലേക്കൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് കവർ ചെയ്തിട്ടുള്ളൂ. മറ്റേ സൈഡും കൂടെ ഇതുപോലെ ബ്രൗൺ പേപ്പർ വെച്ച് തന്നെ കവർ ചെയ്യാൻ പോവാം. നേരത്തെ പോലെ തന്നെ എക്സസൈസുള്ള ഭാഗം അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ സൈഡാണ് ഫ്രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഫ് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേസിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബെഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ കളറും കൂടെ വന്നപ്പോൾ ഒരു ലീഫിൻ്റെ എഫക്റ്റ് കിട്ടും. നമ്മൾ നാളെ തൊട്ടിതിൽ പൂ ഒട്ടിച്ചു തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്. കൂട്ടുകാർ ഇതെല്ലാം കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ബെഡ് ഉണ്ടാക്കി നാളെ ഇതിനകത്ത് പുണ്യം കൊണ്ട് ഓരോ പൂ ഉണ്ടാക്കി ഒട്ടിക്കാം. പൂ ഉണ്ടാക്കൽ നീ കാണിച്ചു തരില്ലേ? അതൊക്കെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ നാളെ എല്ലാവരും ഇതുപോലെ ഒരു ബെഡ് ഉണ്ടാക്കി റെഡി ആയിരിക്കും.